ഹലോ ഗൈസ്, കേരളത്തിന്റെ 4 മൂലക്കുള്ള ചങ്ങായിമാരെ കൂട്ടിയിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കാറിൽ ട്രിപ്പ് പോയി വരാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ പുതിയ വീട് കാണാൻ വന്ന കൊടുങ്ങല്ലൂരിലെ ചങ്ങായിമാരെ പറഞ്ഞ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. രാത്രി ഇപ്പൊ എണ്ണക്കറിയും ചായക്കും മേടിച്ചു കൊടുത്തിട്ട് ഞാൻ ഓലെ കൊണ്ടായത് കോഴിക്കോടുള്ള ആഷിഖിന്റെ വീട്ടിൽ. ഓന്റെ വീട്ടിൽ ആളില്ലെങ്കിലും ഓനിക്ക് നമ്മളെ സൽക്കരിക്കണം നല്ല പൂതി ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂട്ടി മന്തി കടയെ കൊണ്ടായിട്ട് എനിക്ക് കോഴിക്കോട് മന്തി കഴിക്കണം എന്നുള്ള പൂതിനെ സഹായിച്ചു തന്നോല്. തിരിച്ചു വീട്ടിലെത്തിയപ്പോ നമ്മുടെ ഇപ്പൊ കമ്പനിക്കായിട്ട് ആഷിഖിന്റെ ഇത്താടെ കുട്ടി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു പുല്ല് വില ഉൾക്കുള്ള മാമനെ മാത്രമായി ഇത്രേ. ആഷിഖോന്റെ വീട്ടുകാരും കൂടി നിർബന്ധിച്ചപ്പോ നമ്മ പിന്നെ എതിർക്കാനൊന്നുമില്ല, അവിടെ സ്റ്റേ ആക്കി. രാവിലെ 6 മണിയായപ്പോ ഉമ്മന്റെ വിളി കേട്ടിട്ടാണ് ഞങ്ങൾ എണീച്ചത്. നോക്കുമ്പോ അത്ര അമ്മ നമുക്ക് വേണ്ടിട്ട് നല്ല ചായയും കടിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആഷിഖിന്റെ ബ്യൂട്ടിഫുൾ ഭവനത്തിന്റെ മോർണിംഗ് വ്യൂ കാണിച്ചു തരാം. താമരശ്ശേരി ചുരം രാവിലെ കാണാൻ നല്ല ഭംഗിയെന്ന് പറഞ്ഞിട്ടാണ് ആഷിഖ് ഞങ്ങളെ കൊണ്ടുപോണത്. ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്ന കോഴിക്കോടിന്റെയും വയനാടിന്റെയും ബോർഡറായ താമരശ്ശേരി ചുരാണ് ഗായ്സ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര വലിയ പ്രോ ഡ്രൈവർ ആണെങ്കിലും ഈ ചുരം കയറുമ്പോൾ പടച്ചോനെ കത്തോളി എന്ന് പറയാൻ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ 9 വളവുകളും പിന്നെ കൂറ്റൻ ആനവണ്ടികളും നമ്മൾ ഓപ്പോസിറ്റ് വരും. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ കാണുമ്പോൾ എനിക്ക് ആ സുഹൃത്തുക്കളെ എന്നുള്ള വില ഓർമ്മ വരും. സുഹൃത്തുക്കളെ, ഈ ഭൂമി ഒരു സ്വർഗ്ഗതുല്യമാണ് എന്നൊക്കെ പറഞ്ഞ ചങ്ങായില്ലേ, ചങ്ങാടെ വീഡിയോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചുരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യില്ല. നമ്മളിവിടെ ഓരോ പോയിന്റിൽ നിർത്തിയിട്ട് ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോവുള്ളൂ. ചെങ്ങായിമാരപ്പം ഫുൾ സൗണ്ടിൽ പാട്ടും വെച്ച് കളിച്ചും ചിരിച്ചും പോയോണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആനിനെയും മാനിനെയും പുള്ളിപ്പുല്ലിനൊക്കെ ഈ വഴിക്ക് കുറെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറയുന്നല്ലാതെ വേറെ ആരും കാണാൻ പറ്റില്ല. ഉയരം കൂടുന്തോറും ചായ ടേസ്റ്റ് കൂടുന്ന ഏട്ടൻ പറഞ്ഞോണ്ട് തന്നെ 9 വളവിലെ ഏതോ ഒരു വളവിലെ ചായപ്പിടിയിൽ ചായ പിടിക്കാൻ ഇറങ്ങിയതാണ്. നമ്മളെ പോലെ തന്നെ ഏതോ 2 ഒറ്റ മൈൻഡ് ചെങ്ങായിമാര് താമരശ്ശേരി ചുരം സ്കൂട്ടിമ ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതേ തോന്നുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചായ കുടിച്ചതിന് ശേഷം ചുരം ഇറങ്ങിയിട്ട് ആഷിഖിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാണ്. വീട്ടിലെത്തി വയറ് നിറച്ചിണ്ടല്ലോ, കാടിറച്ചി ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ച് ആഷിഖ് ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യനാണ്. ഞങ്ങളുടെ വീട് കണ്ടാ അറിയാം, പൂക്കളും ചെടികളും കായ്കളൊക്കെ ആയിട്ട് അവന്റെ വീടൊരു ഹരിത പ്രകൃതമായിരുന്നു. ചെങ്ങായിമാരോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോണ ക്ഷീണാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത്. ബാക്കിലത്തെ ഒരുത്തൻ കടന്നുറങ്ങണേ. പോണ വഴി ചെങ്ങായിമാരെ ഉഷാറാക്കാൻ വേണ്ടിട്ട് ഒരു അവിൽ മിൽക്ക് കുടിക്കാന്ന് വിചാരിച്ച്. ഈ അവിൽ മിൽക്ക് കുടിക്കുന്നതോട് കൂടി നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്ര അവസാനിക്കുകയാണ്. അപ്പൊ ശരി ഗൈസ്, ബൈ ബൈ.